സ്ഥാനാർത്ഥി ലിസ്റ്റ് അല്പം താമസിച്ചാലും പോസ്റ്റർ താമസിക്കൂല. വിസ്മയം തുടരുന്നു. കോൺഗ്രസിനെ പരിഹസിച്ച് എം ശിവപ്രസാദ്. ശിവപ്രസാദെ, താങ്കളുടെ പാർട്ടി ഇലക്ഷൻ എത്തുമ്പേ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥിയുടെ ക്വാളിഫിക്കേഷൻ അറിയണ്ടേ? കാനായി രായൻ ഫസൽ വധക്കേസിലെ 6ാം പ്രതി ഒരു യുവാവിനെ തല്ലിക്കൊന്ന് ആ യുവാവിൻ്റെ രക്തം പുരണ്ട ഷർട്ട് ക്ഷേത്ര പരിസരത്ത് കൊണ്ടിട്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച വ്യക്തി. ഒരു പ്രവാസി യുവ സംരംഭകൻ സാജനെ കൊലയ്ക്ക് കൊടുത്ത വ്യക്തി PK ശ്യാമള ടീച്ചർ, ഗോവിന്ദ മാഷിൻ്റെ ഭാര്യ. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതി ചേർത്ത കടകംപള്ളി സുരേന്ദ്ര സാർ. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് മധുസൂദനൻ. പിന്നെ കോവിഡ് സമയത്ത് PP കിറ്റ് അഴിമതി, മാസ്ക് അഴിമതി, 108 ആംബുലൻസ് അഴിമതി ശൈലജ ടീച്ചർ. പിന്നെ സ്വന്തം ഭർത്താവിനെ കാണാൻ പാടില്ല സാഹചര്യത്തിൽ വേറൊരു പെണ്ണുമാറ്റി കണ്ടെന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കിയ പ്രശ്നത്തിൽ ഭർത്താവ് ആരെന്നറിഞ്ഞൂടെ? നമ്മളെ ഗണേഷ് കുമാർ സാർ. പിന്നെ ജട്ടിക്കള്ളന്മാരെ വരെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കി. പിന്നെ ശിവപ്രസാദേ, ഇത് കുണ്ടറ അണ്ടി ഫാക്ടറിയിൽ അണ്ടി തലാൻ ആളെടുക്കുന്ന പോലെയല്ല, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ താമസങ്ങൾ വരും കോൺഗ്രസ്സിൽ. പിന്നെ നിങ്ങളെല്ലാം എടുത്തു വെച്ചിങ്ങനെ എല്ലാം അടിപൊളി സഹാക്കളല്ലേ, കൊള്ളക്കാരന്മാരെയും പീഡനവീരന്മാരെയും കൊലപാതകളെയും. ശിവപ്രസാദ് ആദ്യം കോൺഗ്രസിനെ ടോളാതെ സ്വന്തം പാർട്ടിക്കടുത്ത് പോയി പറ, കൊലപാതകളെയും പീഡനവീരന്മാരെയും സ്വർണ്ണ കൊള്ളക്കാരന്മാരെ മാറ്റി വേറെ വല്ല സഹാക്കന്മാരെ വയ്ക്കാൻ. എന്നിട്ട് മതി കോൺഗ്രസിനെ ടോളാൻ പറഞ്ഞത് ശിവപ്രസാദ്.